തമിഴ്നാട്ടിലെ നീലങ്കര പോലീസ് സ്റ്റേഷനിൽ ഒരു മധ്യവയസ്കൻ പരാതിയുമായി എത്തി. അയാളുടെ പേര് സ്റ്റീഫൻ എന്നായിരുന്നു. സ്റ്റീഫന്റെ വീട്ടിൽ കവർച്ച നടന്നിരിക്കുന്നു. മോഷണം പോയത് 125 പവൻ സ്വർണം. പോലീസ് ഗൗരവമായി തന്നെ ആ പരാതിയിന്മേൽ അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ സമീപ പ്രദേശത്തെ CCTVയിൽ നിന്നും ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റീഫന്റെ വീട്ടിലെ ജോലിക്കാരായിരുന്ന 3 പേരെ അറസ്റ്റ് ചെയ്തു. പിന്നീട് നടന്ന ചോദ്യം ചെയ്യൽ പുറത്തു വന്നത് ആരും അറിയാതെ സ്റ്റീഫൻ നടത്തിയ കൊലപാതകങ്ങളുടെ നീണ്ട കഥകളായിരുന്നു. സൈലൻസ്ഡ് ജോർജി മാർക്കോ ആൻഡ് ദി അംബ്രല്ല മർഡർ എന്ന ജർമ്മൻ ഡോക്യുമെന്ററിയിൽ നിന്നുള്ള പ്രചോദനത്തിൽ ഒരു കുട കൊണ്ട് തന്റെ പ്രതികാരം തീർക്കാനിറങ്ങിയ സ്റ്റീഫൻ എന്ന സീരിയൽ കില്ലറുടെ കഥ പോലീസിനെ മാത്രമായിരുന്നില്ല ഞെട്ടിച്ചത്. കുടയ്ക്കുള്ളിൽ സൈനൈഡ് ഒളിപ്പിച്ച് തമിഴ്നാടിനെ ഒട്ടാകെ നടുക്കിയ കൊലപാതക പരമ്പര. സ്റ്റീഫൻ ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം. നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ ജന്മം, വിദ്യാസമ്പന്നൻ. പഠനകാലത്തിലും മികവ് പുലർത്തിയിരുന്ന സ്റ്റീഫൻ അച്ഛൻ സന്താനരാജന്റെ അഭിമാനം വാനോളം ഉയർത്തി MBAക്ക് മികച്ച വിജയം നേടി. തമിഴ്നാട്ടിലെ ഇഞ്ചമ്പാക്കം ഹനുമാൻ കോളനിയിൽ രാജ്നഗർ 2nd സ്ട്രീറ്റിലാണ് സ്റ്റീഫൻ കുടുംബത്തോടൊപ്പം താമസിച്ചു വന്നിരുന്നത്. നാട്ടിലെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ, റിയൽ എസ്റ്റേറ്റ് ഉടമ. എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യുക എന്നത് സ്റ്റീഫന്റെ ശീലമായിരുന്നു. ഓൺലൈൻ കമ്മോഡിറ്റി ട്രേഡിംഗിലായിരുന്നു അയാളുടെ ശ്രദ്ധയാത്രയും. അതിൽ നിന്നും സ്റ്റീഫൻ നല്ല വരുമാനവും നേടിയെടുത്തിരുന്നു. എല്ലാം കൊണ്ടും സുഖകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സ്റ്റീഫന്റെ ജീവിതം താളം തെറ്റിയത് വിവാഹശേഷമായിരുന്നു. എല്ലാ തകർച്ചകളുടെയും തുടക്കവും അവിടെ നിന്ന് തന്നെ. സ്റ്റീഫന്റെ ദാമ്പത്യ ജീവിതത്തിൽ തുടക്കം മുതലേ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. ഭാര്യയുമായി ഈ ചേർച്ചക്കുറവും തന്റെ തകർന്ന ദാമ്പത്യവുമൊക്കെ അയാളിൽ ധാരാളം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോഴും സ്റ്റീഫന്റെ സ്വത്തിലായിരുന്നു ഭാര്യ ഉൾപ്പെടെയുള്ള ബന്ധുക്കളുടെയും അയാളുടെ വിശ്വസ്തരുടെയും ഒക്കെ കണ്ണ്. പക്ഷേ താൻ സമ്പാദിക്കുന്ന പണം മറ്റാർക്കും കൊടുക്കുന്നതിനോടും അയാൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. സ്റ്റീഫനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി അയാളുടെ സ്വത്ത് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ വിവാഹ ബന്ധവും തുടങ്ങുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്റ്റീഫന്റെ ഭാര്യ സഹോദരനായ ജോൺ ഫിലോമിന ഇതേ ആശയം തന്റെ സഹോദരിയോട് പറഞ്ഞത്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇത്തരത്തിൽ പൊരുത്തക്കേട് ഉള്ളതുകൊണ്ട് അയാളെ ഉപേക്ഷിച്ചു വരാനായിരുന്നു അയാളുടെ ഉപദേശം. ശേഷം ജീവനാംശമായ അയാളിൽ നിന്നും നല്ലൊരു തുക കൈപ്പറ്റണമെന്നും അയാൾ പറഞ്ഞു. ഭാര്യയുമായുള്ള പ്രശ്നങ്ങളിൽ മാനസിക ബുദ്ധിമുട്ടിൽ കഴിഞ്ഞിരുന്ന സ്റ്റീഫന്റെ സ്വഭാവ രീതികളൊക്കെ അപ്പോഴേക്കും തകിടം മറിഞ്ഞിരുന്നു. ധാരാളം പെൺസുഹൃത്തുക്കൾ ഇയാൾക്കുണ്ടായി. അവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും സൗഹൃദം പങ്കുവെക്കുന്നതുമൊക്കെ ഇയാളുടെ പതിവ് ശീലമായി മാറി. അപ്പോഴാണ് തന്റെ ഭാര്യ സഹോദരനും ഭാര്യയും കൂടി ചേർന്ന് തന്റെ സ്വത്ത് അടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഇയാൾ തിരിച്ചറിഞ്ഞത്. താനും തന്റെ ഭാര്യയുമായുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ ഭാര്യ സഹോദരനായ ജോൺ ഫിലോമിനെയാണെന്ന തോന്നൽ അയാളിലെ കുറ്റവാളിയെ ഉണർത്തി. പിന്നീട് സ്റ്റീഫൻ തന്റെ കുടുംബജീവിതം തകർത്ത ജോൺ ഫിലോമിനെ എങ്ങനെയും ഇല്ലാതാക്കണമെന്ന ചിന്തയിലായിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ളതാകുമെന്ന് അയാൾക്ക് ആദ്യമേ അറിയാമായിരുന്നു. താൻ ചെയ്യാൻ പോകുന്ന കൊലപാതകത്തിൽ യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ പോസ്റ്റ്മോർട്ടത്തിൽ പോലും തിരിച്ചറിയാനാകാത്ത വിധം വിദഗ്ധമായി പദ്ധതി തയ്യാറാക്കി തന്റെ ശത്രുവിനെ ഇല്ലാതാക്കാൻ തന്നെയായിരുന്നു അയാളുടെ തീരുമാനം. പക്ഷേ എങ്ങനെ ഇത് ചെയ്യും എന്നതായിരുന്നു അയാളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. അപ്പോഴാണ് ജർമ്മൻ ഡോക്യുമെന്ററിയായ സൈലൻസ്ഡ് ജോർജി മാർക്കോ ആൻഡ് ദി അംബ്രല്ല മർഡർ എന്ന ഡോക്യുമെന്ററി അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. 1978 BBC വേൾഡ് സർവീസിൽ ബ്രോഡ്കാസ്റ്ററായി ജോലി ചെയ്തിരുന്ന സമയത്ത് കുടയിൽ നിന്നും വിഷമുള്ള പെല്ലറ്റ് ഉപയോഗിച്ച് വെടിയേറ്റതിനെ തുടർന്ന് ലണ്ടനിലേക്ക് താമസം മാറിയ ബൾഗേറിയൻ നാടകാകൃത്ത് കൊല്ലപ്പെട്ടതാണ് ഈ ഡോക്യുമെന്ററിയുടെ ഇതിവൃത്തം തന്നെ. അതേ രീതി തന്നെ ഇവിടെയും പുനരാവിഷ്കരിക്കാൻ അയാൾ തീരുമാനിച്ചു. അതിന് വ്യക്തമായ ഒരു തിരക്കഥയും അയാൾ തയ്യാറാക്കി. സൈനൈഡ് കുടയിൽ ഒളിപ്പിച്ച് മനുഷ്യ ശരീരത്തിൽ അവരറിയാതെ ഇഞ്ചക്ട് ചെയ്യുന്ന രീതി. തനിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനായി അയാൾ പുറപ്പെട്ടത് ബോംബെയിലേക്കായിരുന്നു. മുംബൈയിൽ നിന്ന് 2 പിസ്റ്റളുകൾ വാങ്ങാൻ സ്റ്റീഫൻ ഏകദേശം 16 ലക്ഷം രൂപ ചിലവഴിച്ചതായി പിന്നീട് കണ്ടെത്തിയിരുന്നു. റിയൽ എസ്റ്റേറ്റിൽ ഉയർന്ന മൂല്യമുള്ള ആസ്തികൾ കൊണ്ട് ഇടപാടുകൾ നടത്തുകയും ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടുകയും ചെയ്തതിനാൽ സ്വയം പ്രതിരോധത്തിനായിരുന്നു ഈ പിസ്റ്റൾ. 1 കിലോയ്ക്ക് 1.5 ലക്ഷം രൂപ നൽകിയാണ് അയാൾ സയനൈഡ് വാങ്ങിയത്. പിന്നീട് തന്റെ പ്രതികാരം നിറവേറ്റാനുള്ള എല്ലാ സാധനങ്ങളും പണം നോക്കാതെ തന്നെ അയാൾ വാങ്ങിക്കൂട്ടി. ഇനി കൊലപാതകത്തിന്റെ അടുത്ത പടിയായി തനിക്ക് വിശ്വാസയോഗ്യരായ കൂട്ടാളികളെ കൊലപാതകത്തിന് കൂടെ കൂട്ടുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. അതിനായി തന്റെ വീട്ടിലെ ഡ്രൈവർമാരായ സതീഷ് കുമാർ, ബാലാജി, ആനന്ദൻ എന്നിവരെ കൂട്ടുപിടിച്ചു. തന്നെ സഹായിച്ചാൽ നല്ലൊരു തുക പ്രതിഫലമായി നൽകാമെന്നും അയാൾ അവർക്ക് വാക്കു നൽകി. സ്റ്റീഫന്റെ സ്വത്തിൽ കണ്ണുവെച്ചിരുന്ന വിശ്വസ്തരായ തന്റെ സഹായികൾക്ക് ഇതൊരു പിടിവള്ളിയായിരുന്നു. അയാളുടെ ആദ്യത്തെ ഇര ജോൺ ഫിലോമിനെയായിരുന്നു. ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങിയ സൈനൈഡ് അയാൾ ഒരു കുടയുടെ തലഭാഗത്തായി നിറച്ചുവെച്ചു. അതിനായി അതിന്റെ പിടി ഒരു സിറിഞ്ച് പ്രവർത്തിക്കുന്നത് പോലെ തയ്യാറാക്കി. കുടയുടെ അഗ്രഭാഗം ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് കുത്തുമ്പോൾ കുടയുടെ പിടിയിലായി ഘടിപ്പിച്ചിരിക്കുന്ന ബട്ടൺ അമർത്തിയാൽ സിറിഞ്ചിൽ നിറച്ചിരിക്കുന്ന സൈനൈഡ് ഇരയുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങും. ഇതായിരുന്നു അയാളുടെ പ്ലാൻ, അതിവിദഗ്ധമായി തയ്യാറാക്കിയ സംവിധാനം. വർഷം 2015 ഏപ്രിൽ 19. നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെ സ്റ്റീഫനും കൂട്ടാളികളും തങ്ങളുടെ പദ്ധതികൾ നടപ്പിലാക്കാനായി ഇറങ്ങിത്തിരിച്ചു.
റോഡരികിൽ വെച്ച് ഭാര്യ സഹോദരനായ ജോൺ ഫിലോമിനയെ കുത്തിവീഴ്ത്താനായിരുന്നു അവരുടെ പദ്ധതി. അതിനായി ജോൺ ഫിലോമിന സ്റ്റീഫൻ പദ്ധതി തയ്യാറാക്കിയ സ്ഥലത്തെത്താനായി കാത്തിരുന്നു. കൂട്ടത്തിലുള്ള തന്റെ വിശ്വസ്തരിൽ ഒരാൾ കൃത്യസമയത്ത് തന്നെ അയാളുടെ വാഹനത്തിന് മുന്നിൽ വട്ടം വെച്ചു. ഈ സമയം സ്റ്റീഫൻ കയ്യിലുണ്ടായിരുന്ന കുട കൊണ്ട് ഒന്നും അറിയാത്ത പോലെ അയാളുടെ തുടയിൽ സൈനൈഡ് ഇഞ്ചക്ട് ചെയ്തു. ശേഷം കുട അറിയാതെ കൊണ്ടതാണെന്ന ഭാവത്തിൽ തിരക്കുള്ള റോഡിലൂടെ നടന്നകന്നു. പിന്നീട് കേൾക്കുന്നത് ജോൺ ഫിലോമിന മരിച്ചു എന്ന വാർത്തയാണ്. മരണപ്പെട്ട സ്ഥലത്തോ ശരീരത്തിലോ യാതൊരുവിധ അസ്വാഭാവികതയും അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ മരണമായി എഴുതി തള്ളപ്പെട്ടു. തന്റെ കുടുംബം നശിപ്പിച്ചവനെ ഇല്ലാതാക്കിയതിന്റെ ആനന്ദത്തിലായിരുന്നു സ്റ്റീഫൻ ആ നാളുകളിൽ അത്രയും. പക്ഷെ അപ്പോഴും പരസ്ത്രീകളുമായുള്ള അയാളുടെ ബന്ധം തുടർന്നുകൊണ്ടേയിരുന്നു. ആർക്കും കണ്ടുപിടിക്കാനാവാതെ ഒരു കൊലപാതകം ചെയ്തതിന്റെ ആത്മവിശ്വാസം അയാളിൽ ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സഹായികൾ ചെയ്ത പ്രവർത്തികൾക്ക് പ്രതിഫലമായി വലിയൊരു തുകയും പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ 10,000 രൂപയിൽ അവരെ ഒതുക്കുകയാണ് സ്റ്റീഫൻ ചെയ്തത്. അത് മൂവരിലും സ്റ്റീഫനോട് വിദ്വേഷമുണ്ടാക്കി. ആദ്യത്തെ കൊലപാതകം നടന്ന് 1 മാസം പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ അയാൾ വീണ്ടും ഒരു കൊലപാതകം കൂടെ നടത്തിയിരുന്നു. ശ്രീധർ എന്നയാളായിരുന്നു സ്റ്റീഫന്റെ അടുത്ത ഇര. ശ്രീധറിന്റെ ഭാര്യയുമായി സ്റ്റീഫൻ ഒരു അവിശുദ്ധ ബന്ധം പുലർത്തിയിരുന്നു. ഇതറിഞ്ഞ ശ്രീധർ തന്റെ ഭാര്യയുമായി നിരന്തരം വഴക്കിടാറുണ്ടായിരുന്നു. സ്റ്റീഫനും ശ്രീധർ ഒരു വെല്ലുവിളിയായി മാറി. ശ്രീധറിന്റെ ഭാര്യയെ മാത്രമല്ല, അയാളുടെ ഭാര്യ സഹോദരിയുമായും ഇയാൾ ബന്ധത്തിലേർപ്പെട്ടു. ഇതറിഞ്ഞ ശ്രീധർ അയാളുമായി തർക്കത്തിലായി. തന്റെ സ്വൈരജീവിതത്തിൽ തടസ്സമായി നിന്ന ശ്രീധറിനെ കൊല്ലാൻ അയാൾ തീരുമാനിച്ചു. ജോൺ ഫിലോമിനയെ കൊന്നതുപോലെ തന്നെ കാഞ്ചീപുരത്ത് നടുറോഡിൽ വെച്ച് സ്റ്റീഫൻ ശ്രീധറിനെയും ഇല്ലാതാക്കി. അവിടെയും പോസ്റ്റ്മോർട്ടത്തിൽ യാതൊരുവിധ അസ്വാഭാവികതയും കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ മരണപ്പെട്ട രണ്ടുപേരുടെയും തുടഭാഗത്തായി ഒരു ചെറിയ തടിപ്പ് കണ്ടെത്തിയിരുന്നു. പക്ഷെ ആരും അത് കാര്യമായി എടുത്തിരുന്നുമില്ല. ഹൃദയാഘാതം എന്നെഴുതി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പൂർത്തിയാക്കി. അതേ വർഷം തന്നെ ഒക്ടോബർ 15 അയാൾ അടുത്ത കൊലയും നടത്തി. ശ്രീധറിന്റെ ഭാര്യ സഹോദരിയായ അമലയുടെ ഭർത്താവായ ഹെൻറി ആയിരുന്നു സ്റ്റീഫന്റെ അടുത്ത ഇര. തനിക്ക് ബന്ധമുള്ള 2 സ്ത്രീകളുടെയും ഭർത്താക്കന്മാരെ കൊല്ലുക എന്നതായിരുന്നു ഇയാളുടെ ഉദ്ദേശം തന്നെ. പക്ഷേ ഹെൻറിയെ കൊലപ്പെടുത്തിയത് മറ്റൊരു രീതിയിലായിരുന്നു. ഭാര്യ അമലയ്ക്കും സ്റ്റീഫനും ഇടയിൽ അവിഹിത ബന്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഹെൻറി അമലയെ പലതവണ ഈ ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല. ഹെൻറിയെ കൊലപ്പെടുത്താനായി മണിപ്പക്കത്തിലുള്ള അയാളുടെ വീട്ടിലേക്കാണ് സ്റ്റീഫൻ പോയത്. ഹെൻറിയുടെ ബെഡ്റൂമിന്റെ ജനാലകൾ തുറന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഉറങ്ങിക്കിടന്ന ഹെൻറിയുടെ ശരീരത്തിൽ ജനലിലൂടെ കുടക്കമ്പി ഇറക്കി സൈനൈഡ് കുത്തിയിറക്കി. ശേഷം മുൻവാതിലൂടെ എത്തി കിടപ്പുമുറിക്കകത്ത് മയങ്ങിക്കിടക്കുന്ന ഹെൻറിയുടെ കയ്യിലേക്ക് ഒരു കേബിൾ വയറും ഘടിപ്പിച്ചു വെച്ചു. കേബിളിൽ നിന്നുള്ള ഷോക്കേറ്റ് മരിച്ചു എന്ന് വരുത്തി തീർക്കാനായിരുന്നു ഇത്തരത്തിലൊരു പ്രവൃത്തി. പക്ഷേ കേബിൾ വയർ കയ്യിൽ പിടിപ്പിച്ചെങ്കിലും അതിന്റെ സ്വിച്ച് ഇടാൻ സ്റ്റീഫൻ മറന്നുപോയിരുന്നു. മുൻപ് ചെയ്ത കൊലപാതകങ്ങളുടെ തനിയാവർത്തനം പോലെ അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന പോസ്റ്റ്മോർട്ടം കണ്ടെത്തലിനെ തുടർന്ന് പോലീസ് 3 കേസുകളും സ്വാഭാവിക മരണങ്ങളായി അവസാനിപ്പിച്ചു. 3 കൊലപാതകങ്ങൾക്കും കൂട്ടുനിന്ന സഹായികൾക്ക് യാതൊരു പ്രതിഫലവും ലഭ്യമായില്ല. ഇത്രയും സ്വത്തും പണവും ഉണ്ടായിട്ടും 3 കൊലപാതകങ്ങൾക്ക് കൂട്ടുനിന്ന തങ്ങൾക്ക് മതിയായ പ്രതിഫലം കിട്ടാതെ നിരാശരായ ആ സംഘം സ്റ്റീഫന്റെ വീട്ടിൽ കവർച്ച നടത്താനാണ് തീരുമാനിച്ചത്. തുടർന്ന് 2016 ഏപ്രിൽ മാസം സ്റ്റീഫൻ പുറത്തേക്ക് പോയ തക്കത്തിന് അവർ ആ വീട്ടിൽ നിന്നും 20 പവനോളം മോഷ്ടിച്ചെടുത്തു. തിരികെ എത്തിയ അയാൾ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. കളവ് പോയത് 20 പവനാണെങ്കിലും പരാതിയിൽ അയാൾ 125 പവൻ നഷ്ടമായെന്ന കള്ള പരാതി നൽകി. CCTV പരിശോധിച്ച പോലീസ് ആ വീട്ടിലെ ജോലിക്കാരായ 3 സംഘമാണ് മോഷണത്തിന് പിന്നിലെന്ന് കണ്ടെത്തി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യൽ ഇവർ സ്റ്റീഫന്റെ ക്രൂരതകളുടെ കെട്ടഴിച്ചു. കൊലപാതകങ്ങൾക്ക് കൂട്ടുനിന്നിട്ടും പ്രതിഫലം തരാത്തതുകൊണ്ടാണ് മോഷ്ടിക്കാൻ കയറിയതെന്നും 20 പവനിൽ കൂടുതൽ മോഷ്ടിച്ചിട്ടില്ലെന്നും അവർ മൊഴി നൽകി. തുടർന്ന് സ്റ്റീഫന്റെ വീട് പരിശോധിച്ചപ്പോൾ ഇയാളിൽ നിന്നും 0.38 mm റിവോൾവർ, 0.38 mm അർജന്റൈൻ നിർമ്മിത പിസ്റ്റൾ, 5 റൗണ്ട് വെടിയുണ്ടകൾ എന്നിവ പോലീസ് പിടിച്ചെടുത്തു. തുടർന്നുള്ള വിശദമായ ചോദ്യം ചെയ്യൽ ഭാര്യയുമായുള്ള പ്രശ്നങ്ങളാണ് തന്നെ ഒരു കൊലപാതകയാക്കിയെന്ന കുറ്റസമ്മതവും സ്റ്റീഫൻ നടത്തി. തുടർന്ന് കഠിന തടവിന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ പരോളിന് പുറത്തിറങ്ങിയ സ്റ്റീഫനെ മറ്റാരും കണ്ടിട്ടില്ല. ഇയാൾ മറ്റാരെയെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന ചോദ്യവും സംശയാസ്പദമായി നിലനിൽക്കുകയാണ്. നമുക്കിടയിൽ നമ്മളൊരാളായി 3 കൊലപാതകങ്ങൾ ചെയ്ത സ്റ്റീഫൻ എന്ന സീരിയൽ കില്ലർ ഇന്നും എവിടെയോ അജ്ഞാതനായി വിഹരിക്കുന്നുണ്ടാവാം.